എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരുന്നതോടെ ലോകത്ത് ഭരണകൂടങ്ങൾക്ക് നിത്യ തലവേദനയായി. പല രാജ്യങ്ങളിലും എപ്സ്റ്റീൻ ഫയൽ മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും രാജി ഉണ്ടാകുന്നു, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വ്യവസായ പ്രമുഖനും മന്ത്രിസഭയിലെ ഒരു അംഗവും ഫയലിൽ പരാമർശിക്കപ്പെട്ടിട്ടും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ, അതേപ്പറ്റി മറ്റൊരു ചർച്ചയില്ലാത്ത വിധം ആ വിവാദം ഇന്ത്യയിൽ കെട്ടടങ്ങാൻ പോവുകയാണ്. എന്നാൽ എപ്സ്റ്റീൻ ഫയൽ തുറന്നുവിട്ട കൊടുങ്കാറ്റ് ലോകത്തെ പിടിച്ചുലക്കുന്നു. ഡിപ്ലോമസിക്കപ്പുറം, നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം ചില ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടത്താൻ വേണ്ടി എപ്സ്റ്റീൻ പ്രവർത്തിച്ചു എന്നാണ് ലോകത്ത് ഉയരുന്ന സംശയം. ഇസ്രായേലിന്റെ രാജ്യാന്തര താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഇടമായിരുന്നു പാപങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഐലൻഡ്. ജെഫ്രി എപ്സ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിക്കുന്നതോടൊപ്പം ആ പെൺകുട്ടികളെ ലോകത്തെ സ്വാധീന ശക്തികൾക്ക് മുമ്പിൽ തന്റെ ദ്വീപിൽ വെച്ച് കാഴ്ചവെക്കുകയും ചെയ്തു. അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ അവിധത്തിലുള്ള തെളിവുകളോ ലഭ്യമല്ലെങ്കിലും ഇസ്രായേൽ താല്പര്യം സംരക്ഷിക്കാനായി എപ്സ്റ്റീൻ പ്രവർത്തിച്ചു എന്ന് പല ആളുകളും ആരോപിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ചാരവൃത്തി ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പ് ആയിരുന്നു യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ തന്റെ ഐലൻഡിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ലോകത്തെ പ്രമുഖ വ്യക്തികളെ ക്ഷണിക്കുകയും അവർക്ക് പെൺകുട്ടികളെ കാഴ്ചവെക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് വലിയ രീതിയിൽ ബ്ലാക്ക് മെയിലിനുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇത് ചാരവൃത്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തഡോളജിയാണ്. ചാരവൃത്തി ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധമാണ് ഹണി ട്രാപ്പ് വഴിയുള്ള ബ്ലാക്ക് മെയിലിംഗ്. ഇതാണ് എപ്സ്റ്റീൻ ഇസ്രായേലിന്റെ ചാരനായി പ്രവർത്തിച്ചു എന്ന സംശയം വരാൻ ഒരു കാരണം. ചാരവൃത്തി ചെയ്യുന്ന ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സംശയം വരാൻ രണ്ടാമത്തെ കാരണം എപ്സ്റ്റീന്റെ ജീവിത പങ്കാളിയായി പ്രവർത്തിച്ച കുട്ടികളെ എപ്സ്റ്റീന്റെ ഐലൻഡിലേക്ക് എത്തിച്ച ഗാസ്ലിൻ മാക്സ്വെൽ. മാക്സ്വെൽ കുടുംബത്തെ കുറിച്ചാണ് പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം. ഗാസ്ലിൻ മാക്സ്വെലിന്റെ പിതാവായ റോബർട്ട് മാക്സ്വെൽ, അദ്ദേഹം മീഡിയ കമ്പനികൾ നടത്തിയിരുന്നു. മാക്സ്വെൽ മൊസാദിന്റെ ഏജന്റ് ആയിരുന്നു. പിതാവിന്റെ ചാരപ്രവൃത്തിയുടെ തുടർച്ചയാണ് ഗാസ്ലിൻ മാക്സ്വെൽ ജെഫ്രി എപ്സ്റ്റീനിലൂടെ നടപ്പാക്കിയത് എന്ന് സംശയിക്കുന്നവരുണ്ട്. ലോകത്തെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ശക്തിയുള്ള, അത്രയും പ്രാപ്തിയുള്ള ആളുകളെയാണ് തന്റെ ദ്വീപിലേക്ക് സൽക്കരിക്കുകയും ഇவ்விധം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്ന പല കാര്യങ്ങളും എപ്സ്റ്റീന്റെ ഐലൻഡിൽ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരക് ഉൾപ്പെടെയുള്ള ആളുകളുമായി എപ്സ്റ്റീന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ലോക രാഷ്ട്രങ്ങളെയും അവരുടെ നയങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന വിധം എപ്സ്റ്റീൻ പ്രവർത്തിച്ചു എന്ന കാര്യം കൂടുതൽ പഠനത്തിനും അന്വേഷണത്തിനും വിധേയമാക്കേണ്ട കാര്യമാണ്.